ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ശനിയാഴ്ച നടക്കുന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ മലയാളം ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. 2020 ശേഷമുള്ള എല്ലാ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെയും മലയാളം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2020 മുമ്പ് ഉള്ള സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ സിലബസിൽ മലയാളം ഇല്ലായിരുന്നു. 2020 ശേഷമാണ് സിലബസിൽ മലയാളം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം 2020 ശേഷമുള്ള എല്ലാ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയും പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. അവൻ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ സി A+N. അവൻ എന്ന പദം പിരിച്ചെഴുതുക. A+N. ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. ഓപ്ഷൻ ബി വിൺ പ്ലസ് തലം വിണ്ടലം. ആദേശസന്ധിക്ക് ഉദാഹരണം വിൺ പ്ലസ് തലം വിണ്ടലം. ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളം. ഓപ്ഷൻ ഡി ആദിപ്രരൂപം. ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളം ആദിപ്രരൂപം. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ത്? ഓപ്ഷൻ എ അതിവാത്സല്യം അപകടകാരിയാണ്. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ത്? അതിവാത്സല്യം അപകടകാരിയാണ്. ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിതീർഷ. ഓപ്ഷൻ ഡി തരണം ചെയ്യാനുള്ള ഇച്ഛ. ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിതീർഷ, തരണം ചെയ്യാനുള്ള ഇച്ഛ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തതേത്? ഓപ്ഷൻ ഡി ആണ് ഉഗ്രം, അത്യുഗ്രം. ഈ തന്നിരിക്കുന്നത് വിപരീത പദങ്ങളാണ്. അതിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഉഗ്രം, അത്യുഗ്രം. ഉഗ്രത്തിൻ്റെ വിപരീത പദം ശാന്തമാണ്. ശാന്തം ഓർത്തു വെച്ചോണം. ഉഗ്രം വിപരീത പദം ശാന്തം. തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടുന്നവയാണ്, അതായത് കറക്റ്റായിട്ട് വിപരീത പദങ്ങൾ കൊടുത്തിരിക്കുന്നതാണ്. ജംഗമം സ്ഥാവരം, വൃഷ്ടി സമഷ്ടി, മണ്ഡനം ഖണ്ഡനം. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. വിപരീത പദങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ജംഗമം വിപരീത പദം സ്ഥാവരം, വൃഷ്ടി വിപരീത പദം സമഷ്ടി, മണ്ഡനം വിപരീത പദം ഖണ്ഡനം. അതുപോലെ ഉഗ്രത്തിൻ്റെ വിപരീത പദം ശാന്തം. ഓക്കെ. കുതിരയുടെ പര്യായമല്ലാത്തതേത്? ഓപ്ഷൻ എ നഗജം. കുതിരയുടെ പര്യായമല്ലാത്തത് നഗജം. കുതിരയുടെ പര്യായ പദങ്ങളാണ് ഹയം, കോടകം, പീതി. ഓർത്തു വെച്ചോണം. കുതിരയുടെ പര്യായ പദങ്ങൾ ഹയം, കോടകം, പീതി. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ നായകൻ, നായകി. ഈ തന്നിരിക്കുന്നത് എതിർലിംഗങ്ങളാണ്. അതിൽ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ള എതിർലിംഗമാണ് നായകൻ, നായകി. അതൊന്ന് കറക്റ്റ് ചെയ്യാം. നായകൻ്റെ എതിർലിംഗം നായികയാണ്. ഓർത്തു വെച്ചോണേ. നായകൻ എതിർലിംഗം നായിക. ഈ തന്നിട്ടുള്ളതിൽ കൂട്ടത്തിൽ പെടുന്നവയാണ്, അതായത് കറക്റ്റായിട്ട് എതിർലിംഗം കൊടുത്തിരിക്കുന്നവയാണ് തപസ്വി, തപസ്വിനി, ശ്വശ്വരൻ, ശ്വശ്രു, ഉപാധ്യായൻ, ഉപാധ്യായി. അപ്പോൾ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നതും കൂടി ഓർത്ത് വയ്ക്കുക. എതിർലിംഗങ്ങളിൽ കറക്റ്റ്. തപസ്വി എതിർലിംഗം തപസ്വിനി, ശ്വശ്വരൻ എതിർലിംഗം ശ്വശ്രു, ഉപാധ്യായൻ എതിർലിംഗം ഉപാധ്യായി. അതുപോലെ നായകൻ എതിർലിംഗം നായിക. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ബി വൈദ്യര്. പൂജക ബഹുവചനം എന്ന് വെച്ചാൽ അർത്ഥം കൊണ്ട് ഏകവചനമാണ്, പക്ഷെ അത് ബഹുമാനം കൊടുത്തു പറയുന്നത് കൊണ്ടാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പൂജക ബഹുവചനത്തിന് ഉദാഹരണം വൈദ്യർ. കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ ഡി അപൂർവമായ സംഭവം. കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം അപൂർവമായ സംഭവം. വൈൽ ദ അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി താഴെ കൊടുത്തവയിൽ ഏതാണ്? ഓപ്ഷൻ സി കാറ്റുള്ളപ്പോൾ തൂറ്റണം. സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി താഴെ കൊടുത്തവയിൽ ഏതാണ്? കാറ്റുള്ളപ്പോൾ തൂറ്റണം. പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നതെങ്ങനെ? ഓപ്ഷൻ ബി
പാണിയും പാദവും. പാണി പാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? പാണിയും പാദവും. പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി അധ്യാപകര്. അധ്യാപകർ അലിംഗ ബഹുവചനാണ്. പൂജക ബഹുവചനം എന്ന് വെച്ചാൽ എന്താണ്? അർത്ഥം കൊണ്ട് ഏകവചനമാണ്, പക്ഷെ അത് ബഹുമാന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. അലിംഗ ബഹുവചനം എന്ന് വെച്ചാൽ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൂട്ടത്തോടെയുള്ള ബഹുവചനം പറയുമ്പോഴാണ് അത് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ അധ്യാപകനകത്ത് എന്താ? ആണുങ്ങളും പെണ്ണുങ്ങളും, സ്ത്രീയും പുരുഷനും വരുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? അലിംഗ ബഹുവചനമാണ്. അലിംഗ ബഹുവചനത്തിൽ ഒരു ലിംഗം സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, അപ്പോൾ അത് അലിംഗ ബഹുവചനമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് അലിംഗ ബഹുവചനമാണ്. തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ് സ്വാമികൾ, വൈദ്യര്, ജ്യോത്സ്യര്. ഇതെല്ലാം നോക്കിക്കേ, അർത്ഥം കൊണ്ടല്ല ഏകവചന, ഒരാളെ ഉള്ളൂ, പക്ഷെ അത് ബഹുമാന അർത്ഥത്തിൽ വൈദ്യരെന്ന് വിളിക്കും, ജ്യോത്സ്യരെന്ന് വിളിക്കും, സ്വാമികൾ എന്ന് വിളിക്കും. ഒരാളെ ഉള്ളെങ്കിലും അവരെ അങ്ങനെയാണ് വിളിക്കുന്നത്. സ്വാമികൾ, വൈദ്യർ, ജ്യോത്സ്യർ. ഓക്കെ, വണ്ട് എന്നർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. 1, 2, 3, 4. ഈ തന്നിരിക്കുന്നതെല്ലാം വണ്ടിൻ്റെ അർത്ഥങ്ങളാണ്. അളി, ഭ്രമരം, മധുപം, ഭൃംഗം. വണ്ട് എന്നർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? അളി, ഭ്രമരം, മധുപം, ഭൃംഗം. താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ സി അനുഗ്രഹീതൻ. ശരിയായ പദം ഏതാണ്? അനുഗ്രഹീതൻ. പിരിച്ചെഴുതുക. വിണ്ടലം. ഓപ്ഷൻ സി വിൻ പ്ലസ് സ്ഥലം. പിരിച്ചെഴുതുക. വിണ്ടലം എന്താണ്? വിൻ പ്ലസ് സ്ഥലം. ചേർത്തെഴുതുക. കൽ പ്ലസ് മതിൽ. ഓപ്ഷൻ ബി കന്മതിൽ. കൽ പ്ലസ് മതിൽ, കന്മതിൽ. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ പ്രയോജനമില്ലാത്ത വസ്തു. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? പ്രയോജനമില്ലാത്ത വസ്തു. വിപരീത പദം എഴുതുക. ഉന്മീലനം. ഓപ്ഷൻ ബി നിമീലനം. ഉന്മീലനം. വിപരീത പദം നിമീലനം. ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹിക്കുന്ന ആള്. ഓപ്ഷൻ എ ജിജ്ഞാസു. അറിയാൻ ആഗ്രഹിക്കുന്ന ആള്. ഒറ്റപ്പദം ജിജ്ഞാസു. ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിൻ്റെ ശരിയായ രൂപം താഴെ കൊടുക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്. ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിൻ്റെ ശരിയായ രൂപം എന്താണ്? ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 2 ആണ്. സ്വച്ഛന്തം. സ്വച്ഛന്തം. സ്വച്ഛന്തം എന്നെഴുതുമ്പം ഈ ചായും ഇച്ചായും വരുന്നത് കേട്ടോ. സ്വച്ഛന്തം. പിന്നെ ഇന്തം ഇതാണ് വരുന്നത്. സ്വച്ഛന്തം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. സ്വച്ഛന്തമാണ് കറക്റ്റ്. രക്തത്തിൻ്റെ പര്യായം അല്ലാത്ത വാക്കുകളാണ്. ഓപ്ഷൻ സി 2, 3. പിണം, ബധിരം. രക്തത്തിൻ്റെ പര്യായം അല്ലാത്ത വാക്കുകളാണ് പിണം, ബധിരം. രക്തത്തിൻ്റെ പര്യായ പദങ്ങളാണ് രുധിരം, നിണം. ഓർത്തു വച്ചോണം, രക്തത്തിൻ്റെ പര്യായ പദങ്ങൾ രുധിരം, നിണം.
ഊട്ടിന് മുമ്പും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ സി 3. കാര്യം നോക്കി പെരുമാറുക. ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് കാര്യം നോക്കി പെരുമാറുക. തുലാം പ്ലസ് ഇൻ്റെ ചേർത്തെഴുതിയാൽ? ഓപ്ഷൻ സി 2. തുലാത്തിൻ്റെ. തുലാം പ്ലസ് ഇൻ്റെ ചേർത്തെഴുതിയാൽ തുലാത്തിൻ്റെ. അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം? ഓപ്ഷൻ ഡി അപരാധക. അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം അപരാധക. അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം അപരാധകയാണ് കേട്ടോ. പൂജക ബഹുവചന രൂപം കണ്ടുപിടിക്കുക. ഓപ്ഷൻ സി വൈദ്യർ. പൂജക ബഹുവചന രൂപം കണ്ടുപിടിക്കുക. ഏതാണ്? വൈദ്യര്. പൂജക ബഹുവചനം എന്ന് വെച്ചാൽ എന്താണ്? അർത്ഥം കൊണ്ട് ഏകവചനമാണ്, പക്ഷെ അത് ബഹുമാന അർത്ഥം കാണിച്ചുകൊണ്ട് പറയുന്നതാണ് പൂജക ബഹുവചനം. അപ്പോൾ ഇവിടെ പൂജക ബഹുവചനത്തിന് ഉദാഹരണം വൈദ്യർ. മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ? ഓപ്ഷൻ ബി മര പ്ലസ് കൊമ്പ്. മരക്കൊമ്പ് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? മര പ്ലസ് കൊമ്പ്. ശരത്, ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റപ്പദം ആക്കിയാൽ? ഓപ്ഷൻ എ ശരത് ചന്ദ്രൻ. ശരത്, ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റപ്പദമാക്കിയാൽ ശരത് ചന്ദ്രൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ വിപരീതം? ഓപ്ഷൻ ഡി പാരതന്ത്ര്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ വിപരീതം പാരതന്ത്ര്യം. സ്വാതന്ത്ര്യം വിപരീത പദം പാരതന്ത്ര്യം. ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? ഓപ്ഷൻ സി നാരദക്രിയ. ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി നാരദക്രിയ. ഭിക്ഷു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം? ഓപ്ഷൻ ബി ഭിക്ഷുകി. ഭിക്ഷു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഭിക്ഷുകി. താഴെ പറയുന്നതിൽ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ ഗജാശ്വങ്ങൾ. ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം ഗജാശ്വങ്ങൾ. ഋഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം? ഓപ്ഷൻ എ ആർഷം. ഋഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം ആർഷം. വിയോഗം എന്ന വാക്കിൻ്റെ വിപരീതം? ഓപ്ഷൻ സി സംയോഗം. വിയോഗം എന്ന വാക്കിൻ്റെ വിപരീതം സംയോഗം. കാടിയായാലും മൂടി കുടിക്കണം എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം? ഓപ്ഷൻ എ ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത്. കാടിയായാലും മൂടി കുടിക്കണം എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത്. താഴെ പറയുന്നതിൽ പക്ഷിയുടെ പര്യായം ഏത്? ഓപ്ഷൻ ഡി ഖഗം. പക്ഷിയുടെ പര്യായം ഖഗം. താഴെ പറയുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ബി ദ്രോണര്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ദ്രോണർ. പരിഭാഷപ്പെടുത്തുക, വിവർത്തനം ചെയ്യുക. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദ പുവർ. ഓപ്ഷൻ സി നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തുടരും. പരിഭാഷപ്പെടുത്തുക, വിവർത്തനം ചെയ്യുക. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദ പുവർ. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തുടരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന വാക്യത്തിലെ തെറ്റ് തിരുത്തി എഴുതുക. വാക്യം പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. ഓപ്ഷൻ ബി മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു. താഴെ പറയുന്ന വാക്യത്തിലെ തെറ്റ് തിരുത്തി എഴുതുക. വാക്യം പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന്
മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്